നമസ്കാരം. അമ്പലവയൽ പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിലാണ് ഇന്ന് കാർഷിക മലനാട് എത്തിച്ചേർന്നിരിക്കുന്നത്. സാങ്കേതിക വിദ്യകളുടെ പിൻബലത്തോടെ അതിനൂതനമായ കൃഷിരീതികളും ഡച്ച് കൃഷിരീതികളും ഉപയോഗിച്ച പോളി ഹൗസുകളിലും പുറമേയും ഒത്തിരി കൃഷികളാണ് ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. കാണാം ഇവിടുത്തെ കൃഷികളും കൃഷിരീതികളും മറ്റ് കാർഷിക വിശേഷങ്ങളും. രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയിൽ കൃഷി അത്യന്താപേക്ഷിത ഘടകമാകുമ്പോൾ കാർഷിക ഗവേഷണത്തിനും അത്രത്തോളം പ്രാധാന്യമുണ്ട്. കാർഷിക മേഖലയിൽ അറിവ് വർദ്ധിപ്പിക്കുകയും സാങ്കേതിക വിദ്യകൾ മെച്ചപ്പെടുത്തുകയുമാണ് കാർഷിക ഗവേഷണ കേന്ദ്രത്തിൻ്റെ പ്രാഥമിക ലക്ഷ്യം. കൂടാതെ കർഷകർക്കും കൃഷിയുമായി ബന്ധപ്പെട്ട സംരംഭകർക്കും കൃഷി ഉദ്യോഗസ്ഥർക്കും നൂതന കൃഷിരീതികൾ പരിചയപ്പെടുത്തുകയും അതിൽ പരിശീലനം നൽകി വരികയും ചെയ്യുകയാണ് കാർഷിക ഗവേഷണ കേന്ദ്രങ്ങൾ. ഈ ലക്ഷ്യങ്ങൾ നിറവേറ്റിക്കൊണ്ട് നൂതന കൃഷിരീതികൾ പഠിച്ച് പരീക്ഷിച്ച് വിജയിപ്പിച്ച് അത് കർഷകരിലേക്ക് എത്തിക്കുകയാണ് അമ്പലവയൽ പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രം. സെന്റർ ഓഫ് എക്സലൻസ് പ്രൊജക്റ്റിൽ പോളി ഹൗസ് കൃഷികളും തുറന്ന സ്ഥലത്ത് കൃത്യതാ കൃഷിരീതിയിലുള്ള കൃഷികളും ഇവിടെ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. 3 മാസക്കാലത്ത് ഇവിടെ വിളഞ്ഞത് 6 ടൺ പച്ചക്കറികളാണ്. കുറഞ്ഞ വിലയിൽ ഇവ ലഭ്യമാകുകയും ചെയ്യുന്നു. പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രം അമ്പലവയലിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സെൻറ്റർ ഓഫ് എക്സലൻസിനെ കുറിച്ച് വളരെ മുമ്പ് തന്നെ ഈ പദ്ധതി രൂപീകരിച്ചിരുന്നു. പ്രധാനമായിട്ടും 17 കോടിയുടെ ഈ പ്രോജക്റ്റ് ഇന്ത്യയും നെതർലാൻഡ്സും തമ്മിലുള്ള സംയുക്ത സംരംഭമായിട്ടാണ് തുടങ്ങിയത്. ഇതിൽ റീബിൽഡ് കേരള, MIDH എന്നീ വിവിധ ഫണ്ടുകളിൽ നിന്നാണ് നമുക്കിത് പ്രധാനമായിട്ടും ഇതിൻ്റെ സാമ്പത്തികം അനുവദിച്ചിരിക്കുന്നത്. ആദ്യമായി സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ കൃഷി വകുപ്പിൻ്റെ കീഴിലാണ് പ്രവർത്തനങ്ങൾ തുടങ്ങി വെച്ചത്. അതിനുശേഷം കഴിഞ്ഞ ഏപ്രിലാണ് ഈ സംരംഭം കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള RIRS അമ്പലവയലിലേക്ക് കൈമാറിയത്. ഇതുവരെ കാർഷിക സർവകലാശാലയിൽ നിന്നും 3 ശാസ്ത്രജ്ഞരെയും കൃഷി വകുപ്പിൽ നിന്ന് തിരഞ്ഞെടുത്ത 3 കൃഷി ഓഫീസർമാരെയുമാണ് നെതർലാൻഡ്സിൽ 1 മാസത്തെ ട്രെയിനിങ്ങിന് വേണ്ടി ഗവൺമെൻറ് അനുവദിച്ചു പോയത്. അതിനുശേഷം അവിടുത്തെ നെതർലാൻഡ്സിലെ കൃഷി രീതികളും ഇന്ത്യൻ ടൈപ്പ് പോളി ഹൗസും നമ്മളവിടെ നിർമ്മിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ ഓപ്പൺ പ്രിസിഷൻ ഫാമിംഗ് എന്നുള്ള രീതിയിൽ ഓപ്പൺ ഏരിയയിൽ നമ്മൾ എങ്ങനെയാണ് കൃത്യതാ കൃഷി നടത്തുന്നത് എന്നുള്ളതിനുള്ള ഒരു ഡെമോൺസ്ട്രേഷൻ കൂടെ അവിടെ നടത്തുന്നുണ്ട്. അപ്പോൾ ഈ കഴിഞ്ഞ ഒരു 3 മാസക്കാലത്ത് നമുക്ക് 6 ടണ്ണോളം പച്ചക്കറിയാണ് ലഭിച്ചിരിക്കുന്നത്. വൻ വിളവാണ് ലഭിച്ചതെങ്കിലും അതിൻ്റെ കൂടെ മാർക്കറ്റിങ്ങിൻ്റെയും കൂടെ ഒരു ഭാഗം നമുക്ക് അവശേഷിക്കുന്നുണ്ട്. മാർക്കറ്റിങ്ങിനുള്ള ഒരു ബിസിനസ് പ്ലാനും കൂടി നമ്മൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഭാവിയിൽ എനിക്ക് തോന്നുന്നത് ഓണത്തിന് വില കുറഞ്ഞ പച്ചക്കറികൾ എല്ലാവർക്കും ലഭ്യമാകുന്ന ഒരു രീതിയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഇതുകൂടാതെ 10 ടണ്ണോളം മറ്റ് കൃഷിഭവനുകളിലെ ഓണച്ചന്തകൾക്ക് വിൽക്കാനായിട്ട് ഒരു ഓർഡർ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള നടപടികൾ ഉടനെ തന്നെ ആരംഭിക്കും. കൂടാതെ പച്ചക്കറി തൈ വിൽപ്പനയാണ് മറ്റൊരു പ്രധാന ഐറ്റം. പല സീഡ്ലിംഗ് പ്രൊഡക്ഷൻ യൂണിറ്റുകൾ നമുക്കുണ്ട്. അപ്പോൾ മേന്മേറിയ പച്ചക്കറി തൈകൾ കർഷകർക്ക് വിതരണം ചെയ്യാൻ സാധിക്കും. ഇതുകൂടാതെ കർഷകർക്ക് കേരളത്തിലെ മാത്രമല്ല പുറത്തുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും കർഷകർക്ക് വന്ന് ഈ ഒരു ഇന്ത്യൻ ഡച്ച് പോളി ഹൗസുകളിലെ കൃഷി രീതികൾ എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു എൻ്റർപ്രണറായിട്ട് ഡെവലപ്പ് ചെയ്ത് ഭാവിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെയും ട്രെയിനിങ്ങുകൾ ഇവിടെ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇതുകൂടാതെ നമ്മുടെ കാർഷിക സർവകലാശാലയുടെ പുതിയ കോഴ്സുകളുടെ ഭാഗമായി PG ഡിപ്ലോമ ഇൻ ഹൈടെക് ഹോർട്ടിക്കൾച്ചർ എന്നുള്ള രീതിയിൽ ഒരു 15ഓളം സീറ്റുകൾ നമ്മൾ ഈ കൊല്ലം മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഏത് ഡിഗ്രിയുള്ള ആൾക്കും വന്ന് ഈ ഒരു കൃത്യതാ കൃഷിയെക്കുറിച്ച് പഠിക്കാവുന്നതാണ്. അതിനുള്ള സൗകര്യങ്ങളും നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. ഈ മാസം 1-ാം തീയതി മുതൽ ഈ കോഴ്സ് ആരംഭിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതിനുള്ള ആപ്ലിക്കേഷൻ വിളിച്ച് എല്ലാവരും ഫോം തന്നു കഴിഞ്ഞു.
അങ്ങനെ ഈ ഒരു സംരംഭത്തെ നമുക്ക് കർഷകരുടെ ഇടയിൽ മാത്രമല്ല വിദ്യാർത്ഥികളുടെ ഇടയിൽ ഇൻറ്റേൺഷിപ്പ് ചെയ്യാനും ഉള്ള സൗകര്യങ്ങൾ നമ്മൾ ഏർപ്പാടാക്കുന്നുണ്ട്. അപ്പോൾ കേരളത്തിൽ ആദ്യമായിട്ടുള്ള ഒരു സംരംഭമാണ് ഈ സെൻറ്റർ ഓഫ് എക്സലൻസ്. ഇത് വിജയകരമായി മുന്നോട്ട് പോകുമെന്നുള്ളൊരു ശുഭപ്രതീക്ഷയാണ് നമുക്കെല്ലാം ഉള്ളത്. നൂതന ആശയങ്ങളിൽ രൂപപ്പെടുത്തിയ ഇന്ത്യൻ ഡച്ച് പോളി ഹൗസുകളിൽ നൂതന സാങ്കേതിക സംവിധാനങ്ങളുടെ സഹായത്തോടെ തഴച്ചു വളരുകയാണ് ഇവിടെ പച്ചക്കറികൾ. ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ട കൃഷി രീതിയാണ് പോളി ഹൗസ്, ഹൈടെക് രീതിയിലുള്ള കൃഷി എന്ന് പറയുന്നത്. അപ്പം നമുക്ക് അതിലുള്ള മാക്സിമം സ്പേസ് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന വിളകൾ വേണം കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത് ടൊമാറ്റോ, തക്കാളി, ക്യാപ്സിക്കം, അതുപോലെ കുക്കുംബർ. ഈ 3 ക്രോപ്പുകളാണ് പോളി ഹൗസുകളിലേക്ക് ഏറ്റവും ഉചിതമായി നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുന്നത്. തക്കാളിക്കകത്ത് തന്നെ പലതരത്തിലുള്ള തക്കാളികളുണ്ടെങ്കിലും നമ്മുടെ പോളി ഹൗസിലേക്ക് ഏറ്റവും അനുയോജ്യം എന്ന് പറയുന്നത് ഇൻഡിറ്റർമിനേറ്റ്, അതായത് മുകളിലോട്ട് വളർന്ന് വള്ളിയായി പോകുന്ന തക്കാളി ഇനങ്ങളാണ് നമ്മൾ പോളി ഹൗസിലേക്ക് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഒരു ഇൻഡോ അമേരിക്കൻ കമ്പനിയുടെ നന്ദ എന്ന വെറൈറ്റിയാണ് നമ്മൾ ആദ്യം ട്രയൽ പോലെ നമ്മൾ വളർത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇങ്ങനെയുള്ള ഇൻഡിറ്റർമിനേറ്റ് വെറൈറ്റികളുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഏകദേശം 9-10 മാസത്തോളം തുടർച്ചയായി നമുക്ക് വിളവ് എടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിൽ സാധാരണ തക്കാളിയുടെ പരിചരണ രീതികളല്ല ഈ പോളി ഹൗസ് രീതിയിൽ വളർത്തുന്ന തക്കാളിക്ക് നമ്മൾ കൊടുക്കുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഒറ്റ തണ്ടായിട്ടാണ് നമ്മൾ സാധാരണ ഈ ഒരു തക്കാളി ഇനങ്ങൾ നമ്മൾ വളർത്തുന്നത്. അപ്പോൾ അതിനുവേണ്ടി ക്രോപ്പ് വയറുകൾ നമ്മൾ ആദ്യമേ സെറ്റ് ചെയ്തിരിക്കും. സൈഡിലോട്ട് വരുന്ന ഓരോ ശിഖരങ്ങളും നമ്മൾ സമയാസമയം നുള്ളി കളഞ്ഞു കൊടുക്കണം. അതുപോലെ തക്കാളിക്ക്, ഈ തരം തക്കാളിക്ക് ഏകദേശം ഒരു 10 ഇലകൾ മാത്രമേ നമ്മൾ തക്കാളി ചെടിയിൽ നിലനിർത്തുകയുള്ളൂ. അപ്പം ഈ ഒരു തക്കാളി ഇനം മുകളിലോട്ട് എത്തുന്നതിനനുസരിച്ച് താഴെയുള്ള ഇലകൾ സമയാസമയം നീക്കം ചെയ്തു കൊടുക്കണം. അതുപോലെ പോളി ഹൗസിനകത്ത് നമ്മൾ തക്കാളി കൃഷി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പോളിനേഷൻ, പരാഗണം പോളി ഹൗസിനകത്ത് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ മാനുവലി നമ്മൾ ഇടയ്ക്കൊന്ന് പോയിട്ട് നമ്മുടെ ഈ ഫ്ലവർ ക്ലസ്റ്റേഴ്സ് എന്ന് പറയും, പൂക്കളുടെ കൂട്ടം നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ രാവിലെ ഒരു 7 മുതൽ 9 മണി വരെ സമയത്ത് നമ്മൾ അതിരാവിലെ വന്നിട്ട് ഈ പരാഗണം നടത്തി കൊടുത്താൽ മാത്രമേ ഈ കംപ്ലീറ്റ് ആയിട്ടുള്ള ഫ്രൂട്ട്സും ഇതിനകത്ത് സെറ്റായി കിട്ടുകയുള്ളൂ. ബാക്കി ഇതിനകത്ത് നമ്മൾ കൊടുക്കുന്ന വളങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ ഫെർട്ടിഗേഷൻ രീതിയിലാണ് നമ്മൾ കൊടുക്കുന്നത്, ഓട്ടോമേഷൻ വഴിയാണ്. ഈ വിളയുടെ ഓരോ സമയത്തും കൊടുക്കേണ്ട വേണ്ട ജീവങ്ങളുടെ അളവ് നമ്മൾ നേരത്തെ ക്രമീകരിച്ചിട്ടുണ്ട്. അതിനനുസരിച്ചാണ് നമ്മൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. അപ്പം കായിക വളർച്ചാ ഘട്ടത്തിൽ തുടക്കത്തിലുള്ള ഒരു 4-5 ആഴ്ചകളിൽ കൊടുക്കുന്ന വളമല്ല പിന്നീട് വരുന്ന കായ സെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഓരോ സമയം ഇത് ക്രമീകരിച്ച് കൊടുക്കാനുള്ള സംവിധാനം നമ്മുടെ കയ്യിലുണ്ട്. അതനുസരിച്ചാണ് ഇത് കംപ്ലീറ്റ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു വിളക്ക് ആവശ്യമുള്ള ഒരു 4-5 മാസത്തേക്ക് തുടർച്ചയായി ആവശ്യമുള്ള വളങ്ങളെല്ലാം അതിനോട്ട് നമ്മൾ കൊടുക്കുന്ന ഷെഡ്യൂൾ ടൈം ടേബിൾ പ്രകാരം ഈ പറയുന്ന ഓട്ടോമേഷൻ യൂണിറ്റ് ആവശ്യമുള്ള വളങ്ങൾ വലിച്ചെടുത്ത് സമയാസമയം നമ്മൾ കൊടുക്കുന്ന സമയത്തിനനുസരിച്ച് ഇതിലോട്ട് ഫീഡ് ചെയ്ത് കൊടുക്കും. അപ്പം ഇതിനകത്ത് നമ്മൾ അനുവർത്തിക്കുന്ന രീതി എന്ന് പറയുന്നത് ഗുഡ് അഗ്രികൾച്ചർ പ്രാക്ടീസാണ്. ഓർഗാനിക് രീതിയല്ല, ഗുഡ് അഗ്രികൾച്ചർ പ്രാക്ടീസ് എന്നുള്ള രീതിയാണ് ഇവിടെ അവലംബിക്കുന്നത്. അതിനകത്ത് കീടനാശിനികളുടെയും കുമിൾനാശിനികളുടെ ഉപയോഗം വളരെ കുറച്ചുകൊണ്ട് എന്ന് വെച്ച് വിളകൾക്ക് അധികം ഡാമേജ് വരാത്ത രീതിയിൽ നമ്മൾ വിളവ് നേടിയെടുക്കുന്ന രീതിയാണ് ഗുഡ് അഗ്രികൾച്ചർ പ്രാക്ടീസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മുടെ ഒരു സേഫ് ടു ഈറ്റ് കൺസെപ്റ്റിലാണ് ഇവിടെ എല്ലാം വിളകൾ വളർത്തി എടുക്കുന്നത്. അതുപോലെ ഈ പോളി ഹൗസിനകത്തെ കാലാവസ്ഥയും ഫുള്ളി കൺട്രോൾഡാണ്. അതായത് നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഒരു പോളി ഹൗസിനകത്ത് എത്ര മാത്രം റിലേറ്റീവ് ഹ്യൂമിഡിറ്റി, ആർദ്രത എത്ര വേണം, അതുപോലെ അതിലെ ടെമ്പറേച്ചർ എത്ര വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതനുസരിച്ച് പ്രവർത്തിക്കുന്ന ഓട്ടോമാറ്റഡ് ആയിട്ടുള്ള ഫാൻസും അതുപോലെ വെൻസും കർട്ടൻസുമാണ് ഇതിനകത്ത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇൻ കേസ് സപ്പോസ് നമ്മുടെ പുറത്ത് ഒരു മഴ കൂടുന്ന സമയത്ത് ഇതിനകത്തുള്ള ആർദ്രത നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് അതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. അതായത് ആർദ്രത കൂടുതലാണെങ്കിൽ ഉള്ളിലുള്ള സർക്കുലേഷൻ ഫാൻസ് എല്ലാം പ്രവർത്തിക്കും. ആർദ്രത കുറവുള്ള സമയത്ത് സൈഡ് കർട്ടൻസ് എല്ലാം താഴെ വന്ന് ആ ആർദ്രത അവിടെ തന്നെ നിലനിർത്തുന്ന ഒരു രീതിയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അതുപോലെ ഇതിനകത്ത് ഫെർട്ടിഗേഷൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ ഓരോ ക്രോപ്പിനും ഓരോ രീതിയിലുള്ള ഫെർട്ടിഗേഷനാണ് നമ്മൾ കൊടുക്കുന്നത്. ഇപ്പം തക്കാളിയുടെ ഒരു ഗ്രോത്ത് ഇതൊരു 2 months, ഒരു 1.5 to 2 months ഓൾഡ് ആയിട്ടുള്ള തക്കാളിയാണ്.
അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന ഒരു 4 സമയം ഇറിഗേഷൻ ഫെർട്ടിഗേഷൻ 4 മുതൽ 5 സമയം വരെ നമ്മൾ ഫെർട്ടിഗേഷൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള വളങ്ങളെല്ലാം ഈ നമ്മൾ ഓട്ടോമേഷൻ വഴി നമ്മൾ കൊടുക്കുന്നുണ്ട്. നേരെ മറിച്ച് നമ്മൾ തുടക്കത്തിലാണെങ്കിൽ ഒരു 2 സമയത്ത് അല്ലെങ്കിൽ ഒരു 3 തവണകളായിട്ടൊക്കെയാണ് നമ്മൾ വളങ്ങൾ കൊടുത്തിരുന്നത്. ഈ ഇൻഡിറ്റർമിനേറ്റ് തക്കാളി വളർത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിൻ്റെ വളർച്ച എന്ന് പറയുന്നത് മാക്സിമം ഉയരം വരെ പോവും. അപ്പോൾ അതൊരു പരിധി എത്തുമ്പോൾ നമുക്ക് മാനേജ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്, ഇതിന് എക്സസ്സായിട്ട് കൂടുതലായിട്ട് ഈ ക്രോപ്പ് വയർ, ഇതിനെ വള്ളികൾ നമ്മൾ കൂടുതലായിട്ട് മുകളിൽ ചുറ്റി വച്ചിരിക്കും. ഈ തക്കാളി മുകളിലോട്ട് എത്തുന്നതിനനുസരിച്ച് ഓരോ 1-2 അടിയായിട്ട് ഈ വയറുകൾ, കൂടുതലായി ചുറ്റിവെച്ച വയറുകൾ നമ്മൾ താഴേക്ക് ഞാറ്റി താഴേട്ട് ഇട്ട് കൊടുക്കും. അതിനനുസരിച്ച് ഈ തക്കാളി വള്ളികളും താഴോട്ട് വരും. അപ്പോൾ അങ്ങനെയാണ് ഈ പോളി ഹൗസിലെ ഒരു കൃഷി ഒരു 9 അല്ലെങ്കിൽ 10 മാസത്തോളം നമ്മൾ മാനേജ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ മാനേജ് ചെയ്യാൻ പറ്റുന്നൊരു ഹൈറ്റിലേക്ക് ഇത് താഴ്ത്തി കൊണ്ടുവരും, ചെടിയെ നമ്മൾ താഴ്ത്തി കൊണ്ടുവരും. ഈ തക്കാളി ചെടിക്ക് ഏകദേശം നമുക്കൊരു 8 മുതൽ 10 ഇലകൾ മാത്രം നിർത്തിയാൽ മതി. അപ്പം മുകളിലുള്ള 1-2 മീറ്റർ 1.5 മീറ്ററിന് ഉള്ളിലുള്ള ഒരു ഏകദേശം 10 ഇലകൾ മാത്രമേ നമ്മൾ നിലനിർത്തുകയുള്ളൂ. ബാക്കി എല്ലാ ഇലകളും നമ്മൾ താഴെ നിന്ന് റിമൂവ് ചെയ്ത് കൊണ്ടുപോയിരിക്കണം. അത്യാധുനിക സംവിധാനത്തോടെയുള്ള ന്യൂട്രീഷൻ യൂണിറ്റാണ് ഇവിടെയുള്ളത്. നമ്മുടെ സെൻറ്റർ ഓഫ് എക്സലൻസിൻ്റെ ന്യൂട്രിഗേഷൻ യൂണിറ്റിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. നമ്മളെ മൊത്തം യൂണിറ്റിലേക്കുള്ള, അതായത് സെൻറ്റർ ഓഫ് എക്സലൻസിലെ എല്ലാ പോളി ഹൗസുകളിലേക്കും അതുപോലെ ഓപ്പൺ പ്രിസിഷൻ ഫാമിലേക്കുള്ള എല്ലാ ഇറിഗേഷനും ന്യൂട്രിഗേഷൻ അടക്കം നടക്കുന്ന യൂണിറ്റാണ് നമ്മുടെ ഈ കാണുന്നത്. നമ്മുടെ വെള്ളം സംഭരിക്കുന്ന സൈലോ ടാങ്ക് അവിടെയാണുള്ളത്. ഇവിടെ നമുക്ക് അതിൻ്റെ പമ്പുണ്ട്. അവിടെ നിന്ന് വെള്ളം കളക്ട് ചെയ്യാനുള്ള പമ്പ് ഇവിടെ ഉണ്ട്. പമ്പ് വഴി നമ്മൾ വെള്ളം കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 3 ഫിൽട്രേഷൻ സിസ്റ്റം നമുക്കുണ്ട്. ഫിൽട്ടർ ചെയ്യാനുള്ള സിസ്റ്റം ഉണ്ട്. ഹൈഡ്രോസൈക്ലോൺ ഉണ്ട്, സാൻഡ് ഫിൽറ്റർ ഉണ്ട്, ഡിസ്ക് ഫിൽറ്റർ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് വെള്ളം ഇതിലേ പോയിട്ട് നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന നമ്മുടെ ന്യൂട്രിഗേഷൻ യൂണിറ്റിൽ പ്രീവേഡ് ന്യൂട്രിഫിറ്റ് എന്ന് പറയുന്ന യൂണിറ്റാണിത്. ഇതിലേക്കാണ് നമ്മുടെ ഈ വെള്ളം വരിക. നമ്മളിവിടെ ഫെർട്ടിഗേഷൻ അല്ലെങ്കിൽ ന്യൂട്രിഗേഷൻ എന്ന് പറയുന്ന സിസ്റ്റം നമ്മൾ വെച്ചിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ A&B മെത്തേഡിലാണ്. A&B മെത്തേഡ് എന്ന് പറയുമ്പോൾ നമുക്ക് A&B ടാങ്കുകൾ നമുക്കിവിടെ ഉണ്ട്. അതിൽ നമ്മൾ ന്യൂട്രിയൻസ് മിക്സ് ചെയ്ത് വയ്ക്കും. അവിടെ നിന്ന് നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ കഴിയും 5 ടാങ്ക് ഉണ്ട്. ഒന്നിൽ നമുക്ക് ആസിഡ് ടാങ്കാണ് വരിക. നമ്മൾ കളക്ട് ചെയ്യുന്ന വെള്ളം അല്ലെങ്കിൽ നമ്മുടെ വെള്ളം എന്ന് പറയുന്നത് ചിലപ്പോൾ 6.5-നേക്കാളും pH റേഞ്ച് അല്ലെങ്കിൽ 6.8 ഒക്കെ ആയിരിക്കും, അല്ലെങ്കിൽ 7 ഒക്കെ ആയിരിക്കും. അപ്പോൾ അതിനെ നമ്മൾ 6.5-ലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ആസിഡ് ടാങ്കാണ് നമുക്കിവിടെ ഉള്ളത്. പിന്നെ കൂടാതെ നമ്മൾ A&B മെത്തേഡിൽ ഫെർട്ടിലൈസർ മിക്സ് ചെയ്ത് വയ്ക്കും. അപ്പോൾ ഈ യൂണിറ്റാണ് ഈ പറഞ്ഞിരിക്കുന്ന വെള്ളം നമ്മുടെ പോളി ഹൗസുകളിലേക്കും ഓപ്പണിലേക്കും പമ്പ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ സിസ്റ്റത്തിൽ കമ്പ്യൂട്ടറിൽ നമ്മൾ ഫീഡ് ചെയ്യുന്ന വിവരങ്ങൾക്കനുസരിച്ച് ഓരോരോ ടൈമിൽ നമ്മൾ ഇറിഗേഷൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു പോളി ഹൗസിലേക്ക് നമ്മൾ 5 തവണ ഇറിഗേഷൻ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ടൈമിൽ 10 മണിയാണ്, 10 മണിക്ക് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഓണാവും. ഇവിടുന്ന് നമ്മുടെ ടാങ്ക് വഴി വെള്ളം ഇവിടേക്ക് എത്തും. നമ്മുടെ ഇതിൽ കലക്കി വെച്ചിരിക്കുന്ന മിക്സറിൽ ഫെർട്ടിലൈസർ മിക്സറുകളെല്ലാം ഇതിൽ നമ്മൾ സക്ക് ചെയ്തിട്ട് ഈ ടാങ്കിൻ്റെ ഉള്ളിലേക്ക്, മിക്സിംഗ് ടാങ്കിലേക്ക് വരും. അങ്ങനെ വരുന്ന വെള്ളത്തെ വീണ്ടും നമ്മൾ ഈ പൈപ്പ് വഴി, ഇവിടെ നമുക്ക് സോളിനോയിഡ് വാൽവുകളുണ്ട്. ഈ വാൽവ് വഴി നമ്മൾ നിശ്ചയിക്കുന്ന പോളി ഹൗസുകളിലേക്ക് ഈ വെള്ളത്തിനെ കൃത്യമായിട്ട് എത്തിക്കുന്ന ഒരു മെത്തേഡാണ് നമുക്ക് ഇവിടെ ഉള്ളത്. കർഷകർക്കും കാർഷിക രംഗത്തുള്ള സംരംഭകർക്കും കൃഷി ഉദ്യോഗസ്ഥർക്കും ഏറെ ഗുണകരമായ പരിശീലന പരിപാടികളും ഇവിടെ സജീവമാണ്. നമ്മുടെ വയനാട് പച്ചക്കറി പുഷ്പകൃഷി മികവിൻ്റെ കേന്ദ്രത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ട്രെയിനിങ് ഫെസിലിറ്റീസും കൂടി ലഭ്യമാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ കർഷകർക്കും കൃഷിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സംരംഭകർക്കും അതുപോലെ തന്നെ കൃഷി ഉദ്യോഗസ്ഥർക്കും എല്ലാം തന്നെ ഹൈടെക് കൃഷിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൃഷി രീതികളെ പറ്റിയിട്ടുള്ള ട്രെയിനിങ്ങുകളാണ് നമ്മൾ പ്രധാനമായിട്ടും കൊടുക്കുന്നത്. അപ്പോൾ ഇത് പലതരത്തിലുള്ള ട്രെയിനിങ് പ്രോഗ്രാംസ് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് നമുക്ക് ഏകദിന പരിശീലന പരിപാടികളാണ്. വന്നിട്ട് സാധാരണ രീതിയിൽ ഇപ്പോൾ കൃഷിഭവൻ തലത്തിൽ നിന്നും കർഷകർ സന്ദർശിച്ചിട്ട് കാര്യങ്ങൾ പഠിച്ച് പോകാറുണ്ട്. അപ്പോൾ ഫീൽഡ് സന്ദർശനവും ഉണ്ടാവും, ട്രെയിനിങ് പ്രോഗ്രാംസും ക്ലാസ്സുകളും കൊടുക്കുന്നുണ്ടാവും. അതുകൂടാതെ നമുക്കിപ്പോൾ റെസിഡൻഷ്യൽ ട്രെയിനിങ് പ്രോഗ്രാംസ് ഉണ്ട്. അതായത് ഇപ്പോൾ ഒരു ആഴ്ചത്തേക്ക് കർഷകർക്ക് താമസിച്ചുകൊണ്ട്, നമുക്കവിടെ താമസ സൗകര്യം കൂടെ ഉള്ളതുകൊണ്ട് തന്നെ കർഷകർക്ക് വേണമെങ്കിൽ ഒരാഴ്ച താമസിച്ചുകൊണ്ട്
നമ്മുടെ ഹൈടെക് കൃഷി രീതികളെ പരിചയപ്പെടാൻ വേണ്ടിയിട്ട് ആ രീതിയിൽ സൗകര്യം നമുക്ക് ചെയ്തു കൊടുക്കാവുന്നതാണ്. ഇത് കൃഷി ഉദ്യോഗസ്ഥർക്കും ഇതേ രീതിയിലുള്ള സൗകര്യം നിലവിൽ ലഭ്യമാണ്. നമ്മുടെ മികവിൻ്റെ കേന്ദ്രത്തിൻ്റെ സൗകര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഈ വർഷം ഒരു ഹൈടെക് PG ഡിപ്ലോമ ഇൻ ഹൈടെക് ഹോർട്ടിക്കൾച്ചർ എന്നൊരു പുതിയ കോഴ്സ് കൂടി ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു വർഷം ദൈർഘ്യമുള്ള ഈ കോഴ്സിന് ഏകദേശം 28ഓളം വിദ്യാർത്ഥികളാണ് ഇതുവരെ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുള്ളത്. 15 സീറ്റുകളാണ് ഇപ്പോൾ നിലവിലുള്ളത്. അപ്പോൾ അവർക്കും കൂടി ഇപ്പം ഹൈടെക് കൃഷി രീതികൾ പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് കൂടി വരുന്ന വർഷങ്ങളിൽ ഇവിടെ ഈ കോഴ്സ് സൗകര്യപ്രദമായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. വരും കാലങ്ങളിൽ കാർഷിക മേഖലയ്ക്ക് പുത്തൻ ഉണർവേകാനുള്ള ഉദ്യമത്തിലാണ് അമ്പലവയൽ പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രം. വരും കാലങ്ങളിൽ നമ്മുടെ കർഷകരും പിന്തുടരേണ്ട അതിനൂതനമായ കൃഷിരീതികളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് കണ്ടത്. വിദേശ രാജ്യങ്ങളിലേതുപോലെ പുതിയൊരു കാർഷിക വിപ്ലവത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് അമ്പലവയൽ പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രം. ഇന്നത്തെ കാർഷിക മലനാടിന്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.